ഡ്രസ്സിങ് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, മോഡസ്റ്റ് ആയിരിക്കണം, എലഗന്റ് ആയിരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ ആൾപാതി ആടൈപ്പാതി. ഏത് ഫംഗ്ഷൻ പോയാലും കോട്ടൺ സാരി ആയിരിക്കും. എൻ്റെ പേര് ജയ രജേഷ്. ഞാൻ മറിയപ്പള്ളിയിലാണ് താമസിക്കുന്നത്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ. നമുക്ക് വേണ്ടത് ലേഡീസ് ഫാഷനിലെ ഇപ്പം മാറി വരുന്ന ട്രെൻഡ്, അതായത് മേഡത്തിൻ്റെ അനുഭവത്തിലും അതുപോലെ തന്നെ മേഡം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഐഡിയയിലും ഒക്കെ ഇപ്പം എങ്ങനെയാണ് ട്രെൻഡ്? മേഡം സാരിയാണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്? ഞാൻ മിക്കവാറും സാരിയാണ്. നേരത്തേക്ക് കോട്ടൺ സാരികളാണ് ഞാൻ കൂടുതൽ വില ഉള്ള കോട്ടൺ സാരികളാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. അത് മാറി കോട്ടണിൽ നിന്ന് പതുക്കെ മാറി അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അന്ന് കോട്ടൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോട്ടൺ സാരികൾ കല്യാണത്തിന് എടുക്കുന്നതും ഏത് ഫംഗ്ഷൻ പോയാലും കോട്ടൺ സാരി ആയിരിക്കും. കോട്ടൺ സാരി നല്ല സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാഞ്ചീപുരം സാരി മാറി നിൽക്കും. അപ്പൊ ഇപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെ, കഷ്ടപ്പെടാനുള്ള മടി കൊണ്ടാണോ? അല്ല, ഇപ്പൊ അതിനൊക്കെ സ്റ്റാർച്ചും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. മറ്റേ പണ്ടൊക്കെ കഞ്ഞി മുക്കിയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ സ്റ്റാർച്ച് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കുറച്ചും കൂടി ഈസി അല്ലേ ഇപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ? എങ്കിലും അന്നത്തെ അത്രയും സമയം കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ അതുകൊണ്ട് അത് മാറ്റിയിട്ട് കോട്ടൺ മാറ്റിയിട്ട് മറ്റേത് മെറ്റീരിയലാണ് മാഡത്തിന് ഇഷ്ടം? സിൽക്കിലേക്ക് പോകുന്നു അതോ? സിൽക്ക് മെറ്റീരിയൽ, ടെസറിനോടാണ് ഇഷ്ടം. അങ്ങനെയുള്ള മെറ്റീരിയലാണ് ഇഷ്ടം. കോട്ടയത്തിന് പൊതുവേ കോട്ടയംകാർക്ക് ടെസറിനോടൊരു ഇഷ്ടം കൂടുതലാണ്. ടെസറിലുള്ള എന്തും ഒരെണ്ണമെങ്കിലും ഒരാളുടെയെങ്കിലും വാർഡ്രോബിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടെസറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും സാരി വിട്ടുള്ള കളിയില്ല അല്ലേ? സാരി ചുരിദാർ ഇടും. സാരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പുതിയ തലമുറയിലെ കുട്ടികള് സാരി ആണ് പ്രിഫർ ചെയ്യുന്നത്. ടെസറിന്റെ സാരി, അത് തന്നെ സാരിയാണ്. അവർക്കൊക്കെ ഇത് വെയർ ചെയ്യാൻ അറിയോ മാഡം? ഒരു ഉടുക്കാനൊക്കെ അറിയില്ല. പഠിച്ചു. റെഡി ടു വെയർ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിലും ഉണ്ട്. റെഡി ടു വെയർ എല്ലാത്തിലും, സിൽക്കിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏത് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്താലും നമ്മളത് റെഡി ടു വെയർ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 2 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ അപ്പൊ തന്നെ അത് റെഡി ടു വെയർ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ ഷോപ്പിലുണ്ട്. എൻ്റെ പേര് പൊന്മണി. ഞാൻ ദുരന്ത നിവാരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. എംപ്ലോയി ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു കുറച്ച് വർഷം, ഒരു 20 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ നമ്മൾ പ്രായം അനുസരിച്ചിട്ടായിരുന്നു ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു സാരി, അത് കഴിഞ്ഞ ഒരു സൽവാസ്, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു കൺസെപ്റ്റ് അങ്ങ് മാറി. ഇപ്പം ഏത് പ്രായത്തിലുള്ളവർക്കും എന്തും ധരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് പൊതുവെ. അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കുമ്പം സാരി യങ്സ്റ്റേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഞാനും ഒരു സാരി ലവർ തന്നെയാണ്. കാഷ്വൽ ഡ്രസ്സിൽ വന്നേ ഉള്ളൂ. സാരി തന്നെയാണ് ഇഷ്ടം. തീർച്ചയായിട്ടും മേഡം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ പണ്ടൊക്കെ കോളേജ് ആ ഒരു ടൈമിൽ ധാവണി വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് സാരിയിൽ കയറുക. ഹാഫ് സാരി, സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ കോളേജിൽ പോകുന്നതിലും പ്ലസ് ടു ആണെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സാരി എടുത്തോണ്ട് പോകുന്നതാണ്. എനിക്ക് ഡിസൈനർ സാരികൾ പൊതുവേ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കൊരു എന്താ പറയാ, ഞാൻ വെക്കുന്ന ഒരു കൺസെപ്റ്റ്, എനിക്ക് എല്ലാ സ്റ്റേറ്റിനും ഒരു എത്തനിക് വെയർ ഉണ്ട്. നമുക്ക് കേരള സാരി ആണെങ്കിൽ മധ്യപ്രദേശിന് ഇതാണ് ടെസറാണ്, അപ്പം തമിഴ്നാടിന് കാഞ്ചീപുരാണ്. ഞാൻ അങ്ങനത്തെ ഒരു കളക്ഷൻ തീർച്ചയായിട്ടും. ഞാൻ നമ്മൾ പറയാറുണ്ടല്ലോ ആൾപാതി ആടൈപ്പാതി. അതെ, നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുകയും നമ്മളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സിങ് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം മോഡസ്റ്റ് ആയിരിക്കണം, എലഗന്റ് ആയിരിക്കണം. അത് പ്രൈസ് ഒരു ഫാക്ടർ അല്ല ഒരിക്കലും. പ്രൈസ് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്, പ്രൈസ് ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? അതിൽ നിന്ന് എല്ലാം ഇഷ്ടമായിട്ടാണ് അതെല്ലാം സൂക്ഷിക്കുന്നത്. പക്ഷെ അതിലും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ആയിരിക്കും? ഏത് സൗത്ത് ആയിരിക്കും, നോർത്ത് ആയിരിക്കും? എനിക്ക് ഇഷ്ടം എപ്പോഴും ഒരു ഭ്രാന്തമായി ഇഷ്ടമുള്ളത് കാഞ്ചീപുരത്തിനോട് തന്നെയാണ്. അതിൻ്റെ ഒരു നമ്മൾ ഇപ്പം ഇവിടെ തന്നെ ഞങ്ങൾ ചെയ്തത് അതാണ്. അപ്പോഴേക്ക് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, അതിൻ്റെ പിന്നെ എല്ലാത്തിനും എഫേർട്ട് ഉണ്ട്. മധുബനിയൊക്കെ ചെയ്തെടുക്കുന്ന ഹാൻഡ് പെയിന്റ് ഹാൻഡാണ്. പക്ഷേ ടെസറാണേലും സിൽക്സിലാണേലും അവർ ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഒരു എഫേർട്ട് ഭയങ്കരമാണ്. അപ്പോൾ അത് ഹാൻഡ്ലൂം ആകുമ്പം
അത് ആ നെയ്ത്തിന്റെ ഒരു എഫേർട്ട് ഞാൻ 20 മുതൽ 25 ദിവസം എടുത്താണ് ഓരോ പ്രാവശ്യം ഉടുക്കുമ്പോഴും ഞാൻ ശരിക്കും അവരെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഈ പറയുന്ന ഓരോ വീവറുടെയും ആയുസിന്റെ ഒരു അംശമാണത്. അവരുടെ ജീവിതത്തിലെ 20 ദിവസങ്ങൾ ഈ സാരിയിലുണ്ട്. അവന്റെ ആയുസിന്റെ അംശം അതിനകത്തുണ്ട്. അതാണ് നമ്മള് മറക്കരുതാത്ത വേറൊരു കാര്യമുണ്ട്. ഇവരെ ഇതാരെങ്കിലും പഠിപ്പിച്ചതാണോ? തലമുറകളിലായിട്ട് കൈമാറി ഇത് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് പഠിച്ചു വരുന്ന കാഞ്ചീപുരത്തൊക്കെ വ്യൂവേഴ്സ് അവിടുത്തെ അമ്പലങ്ങളിലും അവിടുത്തെ ശില്പങ്ങളിലും ഒക്കെ ഉള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൈകളിലൂടെ ഇതിലേക്ക് വരികയാണ്. കാഞ്ചീപുരത്ത് പോകുമ്പം ഞങ്ങൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരു കപ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ കാഞ്ചീപുരത്തൊക്കെ പോകുമ്പം അവരുടെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും അവരതിന് കാണിക്കുന്ന ഡെഡിക്കേഷൻ, അവരുടെ ആ മിക്സിങ്, കാഞ്ചീപുരത്തിന്റെ ആ ഒരു മിക്സിങ്, വീവിങ്, നമുക്ക് പറഞ്ഞു തരുന്ന രീതി, അവര് റെസ്പെക്ട്, നമ്മൾ ചെല്ലുമ്പോൾ അവര് നിലത്തിരുത്താണ്. ചെരുപ്പ് ഉപയോഗിക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇപ്പോഴും ഒരു ചെരുപ്പ് ഉപയോഗിക്കാത്ത കുറെ ആളുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ ഭൂമിയെ ചെരുപ്പിട്ട് ചവിട്ടില്ല, അങ്ങനെയുള്ള അത് വിശ്വസിക്കുന്ന കുറെ ആളുകൾ. അതുപോലെ തന്നെ നമ്മൾ മധുബനി എന്ന് പറയുന്നത്, അതിന്റെ ആ പെയിന്റിങ്സ് എന്ന് പറയുന്നത് ബയോ കളേഴ്സ് ആണ്. അത് നമ്മൾ കഴുകരുത് എന്ന് പറയും. അറിയത്തില്ല കേൾക്കുന്നവർ അതിനോട്, പക്ഷെ അത് പ്യുവർ മധുബനി കഴുകരുത് എന്ന് പറയും. ബയോ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൽക്സും അതുപോലെയാണ്. ഇപ്പം പക്ഷെ പൊതുവെ ടെസറിലും മഷ്റൂമിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് അവർ ചെയ്യുന്ന കൂടുതലും ഹിന്ദു ദൈവങ്ങളുടെയാണ്. അത് ട്രഡീഷണൽ ആയതുകൊണ്ടായിരിക്കാം. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറെ കൂടി ആളുകളിലേക്ക് ഇങ്ങനെയുള്ള ഐഡിയകൾ എത്താനും അവർക്ക് കുറച്ചുകൂടി അറിവ് കിട്ടാനും. പണ്ട് ഇതൊക്കെ യൂട്യൂബ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പം അതിനു മുമ്പൊന്നും ഈ ഇത്രയും വെറൈറ്റികൾ ഉണ്ടെന്നും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ മാഡം പറയുന്ന പോലെ ഒരു കൗതുകമാണ് എല്ലാവർക്കും ഇത് അറിയാനും അത് ആദ്യം അനുഭവിക്കാനും. അത് വേറെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആ സാരികൾ വേറെ ചെയ്ത് വരുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെയാണ്. അതിപ്പോ നമുക്ക് മംഗളഗിരി ഉണ്ട്, വെങ്കിടഗിരി, ഇതൊക്കെയെന്ന് പറഞ്ഞാല് നമുക്ക് അത്ര കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അത്ര കോസ്റ്റ്ലി അല്ല. പക്ഷെ അത് ഉടുത്തു വരുമ്പോൾ ഉള്ള ഒരു പ്രൗഢിയും, അല്ലെങ്കിൽ അതൊരു എലഗന്റ് ലുക്കാണ്. അത് ഇതൊന്നും ആർക്കും. പിന്നെ വേറൊരു കാര്യമാണ്, അഫോർഡബിൾ അല്ല എന്ന് വിചാരിക്കേണ്ട കാര്യമല്ല. അതിന് ആ വിലയുണ്ട്. കാരണം അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുകൾ അതിന്റെ പിന്നിലുണ്ട്. സിൽക്കിന്റെ വിലയുണ്ട്, അതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ പറഞ്ഞു ടെസർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സെമി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ മൊഡാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സെമി ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ അറ്റയറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അറ്റയർ ആൾപാതി അടൈപാതി തന്നെയാണ്. അപ്പം നല്ലൊരു അറ്റയർ. പിന്നെ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഇവിടെ വന്നിട്ടുള്ള എന്താ പറയാ, ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. കസ്റ്റമേഴ്സിന്റെ സർവീസ്, ഇവരുടെ സ്റ്റാഫിന്റെ സർവീസ് ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. മേഡം ഈ സാരികളെ കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞു. അപ്പൊ അതില് അങ്ങനെയുള്ള സാരികളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചോ മേഡം ആഗ്രഹിച്ച രീതിയിലുള്ള? തീർച്ചയായിട്ടും ടെസറിന്റെ റോ സിൽക്സിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കാഞ്ചീപുരം ട്രഡീഷണൽ കാഞ്ചീപുരത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ കോൺട്രാസ്റ്റ് ബോർഡറും വീതി ബോർഡർ ഉള്ള വരുന്ന ടെമ്പിൾ ബോർഡർ, കോർവൈ ബോർഡർ ഒക്കെ വരുന്ന നല്ല. പക്ഷെ എനിക്കൊരു അഭിപ്രായം കിട്ടി. അതെ, പോച്ചമ്പള്ളി നോർമലി ഇപ്പൊ എല്ലാ കടകളിൽ നിന്നും കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഞങ്ങള് പോച്ചമ്പള്ളി അന്വേഷിച്ച് വന്നതാ. അതുപോലെ ഗദ്വാൾ സിൽക്ക് എല്ലാ ഷോപ്പുകളിലും ഇല്ല. നമ്മുടെ കയ്യിൽ അതിന്റെ നല്ല കളക്ഷനുകളുണ്ട്. അതിലെ ആ കോൺട്രാസ്റ്റ്, ഗദ്വാളിലെ കോൺട്രാസ്റ്റിന് ഒരു പ്രത്യേക ഭംഗിയാണ്. കാഞ്ചീപുരത്ത് ഇല്ലാത്ത ഒരു ഭംഗി ഗദ്വാളിന് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്ന, അത് തേടി വരുന്ന കുറെ ആളുകളുണ്ട്. അത് തന്നെയാണ് ലക്ഷ്മിയുടെ സമ്പത്തും ലക്ഷ്മിയുടെ വിജയവും. അപ്പോ എന്റെ ഒരു പേഴ്സണൽ സജഷനാണ്, നമ്മൾ ഒരു അറ്റയർ ഇടുമ്പം നമ്മളത് എന്താണെന്ന് അറിഞ്ഞിട്ടിടുന്നത് ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം എന്താ പറയാ, ഒരാളൊരു കാഞ്ചീപുരം എടുക്കാൻ വന്നാൽ ഇത് കാഞ്ചീപുരമാണ്, അല്ലെങ്കിൽ ഗദ്വാളാണ്. ഇത് സിംപ്ലി ടെസർ, റോസൽസ് അല്ലെങ്കിൽ കാന്ത അങ്ങനെ പറയാതെ അതെന്താണ് എന്നുള്ളത്. ഇപ്പൊ കാന്ത എന്ന് പറഞ്ഞാൽ അതൊരു വർക്കാണ്, ഒരിക്കലും അതൊരു മെറ്റീരിയൽ അല്ല. മധുബനി എന്ന് പറഞ്ഞാൽ അതൊരു പെയിന്റിംഗ് ആണ്. അതൊരു സിൽക്സിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതൊരു കോട്ടണിലും ചെയ്യാം.
ആ പെയിന്റിംഗ് ആണ് അപ്പൊ അത് ഇമ്പോർട്ടന്റ്. അത്രയും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു സെയിൽസ്മാൻ ടീമും കൂടി അതൊരു പക്ഷെ പോസിബിൾ അല്ലായിരിക്കും, പക്ഷെ ഇത്രയും കസ്റ്റമേഴ്സ് വരുമ്പോൾ പക്ഷെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുമ്പോ എന്ന് പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടി കേട്ടോ. തീർച്ചയായിട്ടും അത് എന്റെ ഇതിനോടുള്ള ഒരു പാഷനും ഇഷ്ടം കൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. അടുത്ത പ്രാവശ്യം ലക്ഷ്മി സന്ദർശിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് കൂടി മാഡത്തിന് സമ്മാനിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ നന്ദി ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ശരിക്കും പറഞ്ഞാല് ഞങ്ങളും അതിനോട് നന്ദി പറയാണ്. കാരണം ഓരോ പ്രാവശ്യം സാരി ഉടുക്കുമ്പോഴും ഇഷ്ടമായിരുന്നു ഉടുക്കാൻ. ഇതിങ്ങനെ പറയാൻ കിട്ടിയ ഒരു അവസരം നമുക്കിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതങ്ങനെ. അപ്പം ഇതിങ്ങനെ ഒരു പറയാൻ തന്നെ ഒരു അവസരം. ഗ്രേറ്റ്ലി ഗ്രേറ്റ്. താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഓക്കെ മാഡം. ഓക്കെ. ലക്ഷ്മി സിൽക്സ്, ടി ബി റോഡ്, കോട്ടയം.